അജയനെന്ന് ലോകം കരുതിയിരുന്ന എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സാങ്കേതികവിദ്യ ആദ്യമായി ഒരു രാജ്യം തകർത്തിരിക്കുന്നു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പോലും തടയാനാകാത്ത സിഗ്നലുകളെ ഇറാൻ എങ്ങനെ നിശ്ചലമാക്കി? വെറും GPS ജാമിംഗ് അല്ല, അതിഭീകരമായ ഒരു ഇലക്ട്രോണിക് യുദ്ധത്തിനാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായതോടെ സർക്കാർ രാജ്യമൊട്ടാകെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധക്കാർക്ക് സഹായവുമായി എലോൺ മസ്ക് സ്റ്റാർലിങ്ക് സേവനം ഇവിടെ ലഭ്യമാക്കിയത്. എന്നാൽ അസോസിയേറ്റഡ് പ്രസ്സും ടൈംസ് ഓഫ് ഇസ്രായേലും പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇറാന്റെ പല ഭാഗങ്ങളിലും സ്റ്റാർലിങ്ക് സിഗ്നലുകൾ 80% തടസ്സപ്പെട്ടിരിക്കുന്നു. ഇത് വെറും ഒരു സാങ്കേതിക തകരാറല്ല. സൈബർ വിദഗ്ധനായ അമീർ റാഷിദിയുടെ നിഗമന പ്രകാരം അതീവ സങ്കീർണമായ സൈനിക ജാമിംഗ് സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ സ്റ്റാർലിങ്കിനെ പൂട്ടാൻ റഷ്യ വികസിപ്പിച്ചെടുത്ത ടോബോൾ അല്ലെങ്കിൽ കലിംഗ എന്നീ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ റഷ്യ ഇറാന് കൈമാറിയതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ സംശയിക്കുന്നു. ആകാശത്തു കൂടെയുള്ള ഉപഗ്രഹ സിഗ്നലുകളെ കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള മൊബൈൽ ജാമറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്റ്റാർലിങ്ക് ടെർമിനലുകളിലേക്ക് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ അയക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ജാമറുകൾക്ക് പിന്തുടരാനാവാത്ത വിധം സിഗ്നലുകളുടെ ഫ്രീക്വൻസി തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കോഡിംഗ് രീതിയാണ് SpaceX പരീക്ഷിക്കുന്നത്. സ്റ്റാർലിങ്കിനെ തടയുന്നത് അത്ര എളുപ്പമല്ല, ഞങ്ങളിതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കും എന്നാണ് മസ്ക് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. സാങ്കേതിക യുദ്ധങ്ങൾക്കിടയിൽ ഇറാനിലെ ജനജീവിതം ദുസ്സഹമാണ്. റിയാലിന്റെ തകർച്ചയും പണപ്പെരുപ്പവും മൂലം തുടങ്ങിയ പ്രതിഷേധങ്ങളിൽ ഇതുവരെ 500-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ 31 പ്രവിശ്യകളിലായി ആയിരക്കണക്കിന് ആളുകൾ കസ്റ്റഡിയിലാണ്. ഇറാന്റെ ഈ സൈബർ മുന്നേറ്റം ഇസ്രായേലിനെയും ആശങ്കയിലാക്കുന്നുണ്ട്. റഷ്യൻ സഹായത്തോടെ ഇത്തരം വിപുലമായ ഇലക്ട്രോണിക് യുദ്ധമുറകൾ നടത്തുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്കും ഭീഷണിയെന്നാണ് ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. ഇതിനെതിരെ തിരിച്ചടി നൽകാൻ ഇസ്രായേൽ സൈബർ യൂണിറ്റുകൾ തയ്യാറെടുക്കുന്നതായാണ് വിവരം. ഇന്റർനെറ്റ് ആയുധമാകുന്ന കാലത്ത് നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും? ഇത് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ പുതിയൊരു മുഖമാണ് തുറക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.